ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പെന്നിൻ്റെ ക്യാപ്പ് വെച്ചിട്ട് ഒരു അടിപൊളി റീയൂസിങ് ഐഡിയ ആണ്. അതിനായിട്ട് ഞാൻ കുറച്ച് ക്യാപ്പുകൾ എടുത്തിട്ടുണ്ട്. ഈ ഐഡിയക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലുള്ള ടോപ്പുകൾ എടുക്കുന്നില്ല. പകരം ഇതുപോലെ പെട്ടെന്ന് വളയുന്ന ടൈപ്പ് ടോപ്പുകളാണ് നമ്മൾ എടുക്കുന്നത്. ഇത് കണ്ടില്ലേ, വളയ്ക്കുമ്പോഴേക്കും ചിലപ്പോൾ പൊട്ടിപ്പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ടൈപ്പ് നമ്മൾ എടുക്കാത്തത്. അപ്പോൾ ഏകദേശം ഒരുപോലെയുള്ള 5 ടോപ്പുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് ചെറിയൊരു കഷ്ണം കാർഡ്ബോർഡിൻ്റെ പീസാണ്. എത്ര സൈസാണോ നമുക്ക് വേണ്ടത് അതെടുക്കാം. അതോടൊപ്പം തന്നെ ഫെവി ബോണ്ട് കൂടി വേണം. ഇനി ഈ ക്യാപ്പുകൾ ഓരോന്നായിട്ട് ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്, നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. കാണാനൊരു ഭംഗിക്കായിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം A4 പേപ്പർ എടുക്കാം, അതും അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എടുക്കാവുന്നതാണ്. ഇതുപോലെ ഫെവിക്കോൾ തേച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. ഓരോ ടോപ്പുകളായിട്ട് നമുക്ക് ഫെവി ബോണ്ട് തേച്ചിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഭാഗം മുകളിലേക്കായിട്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനിയും ഇതുപോലെ റീയൂസിങ് ആയിട്ടുള്ള ഐഡിയാസ് കാണാനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണം. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. എന്നാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി ഒന്ന് ഭംഗി കൂട്ടാനായിട്ട് ഞാനൊരു ചെറിയ ബോർഡർ കൊടുക്കുന്നുണ്ട്, ബ്ലാക്ക് കളർ വെച്ചിട്ട്. 4 സൈഡിലും ബ്ലാക്ക് കളർ പേപ്പർ ഇതുപോലെ ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ തന്നെ ചെയ്തോളണമെന്നില്ല, നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഭംഗിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു രീതിയിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ എന്താ ഐഡിയ എന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ഇനി ഒരു 2 ഫ്ലവർ കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ സംഭവം സൂപ്പറായിട്ടുണ്ട്. പരിപാടി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഹാങ് ചെയ്തിട്ട് എന്താണ് ഐഡിയ എന്ന് പറയാം. ഞാൻ റൂമിലെ ഡോറിൻ്റെ ബാക്ക് സൈഡിലാണ് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് ആരുടെ ശ്രദ്ധയിൽ പെടുകയില്ല, ഒരുപാട് സ്ഥലം പോവുകയില്ല, കൂടാതെ യൂസ്ഫുള്ളുമാണ്. ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇനി ഇതുകൊണ്ട് എന്താ ഐഡിയ എന്ന് നോക്കാം. ഇതിൽ നമുക്ക് ഇതുപോലെ കീ ചെയിൻസ് തൂക്കിയിടാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു കീ ഹോൾഡറായിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. വേസ്റ്റാക്കി കളയുന്ന പെന്നിൻ്റെ ടോപ്പ് കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് റീയൂസിങ് ഐഡിയ തന്നെയാണിത്. ഈ ഒരു റീയൂസിങ് ഐഡിയ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യാം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.